അങ്ങനെ ഇന്നലെ തകർത്ത് റിലീസ് ചെയ്ത ഫസ്റ്റ് പോരാളിക്ക് ശേഷം സെക്കൻഡ് പോരാളി ഇന്ന് തലേ പോരാളിനെ തോൽപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതെ, പോരാളി എന്ന് പറയുന്നതിന് വലിയ പടം. എനിവേ, പോക്കോ F6 ഫൈനലി ലോഞ്ച് ആയിട്ടിരിക്കുകയാണ്. പോക്കോ F6 എന്തായാലും റിയൽമി GT60ക്ക് നടുക്കോട്ടാണ് ഒരു വെട്ട് കൊടുത്തേക്കുന്നത്. അമ്മാതിരി ഒരു പ്രൈസിങ് ആണ്. പക്ഷേ കൺസേൺസ് എപ്പോഴും ഉണ്ടാവുകയുള്ളൂ ഏത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കാം. സോ ബിൽഡ് ആൻഡ് ഡിസൈൻ ആക്ച്വലി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ്. എല്ലാം ഈ പറഞ്ഞ ഒരേ പാറ്റേൺ ആണ്. ഇന്നലത്തെ ഫോണിന്റെ റേഞ്ച് തന്നെയാണ് എനിക്ക് ഇതിന്റെ ഡിസൈൻ തോന്നുന്നത്. അങ്ങനെ വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നുന്നില്ല. എനിവേ, ഗ്ലാസ് ബാക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ പ്ലാസ്റ്റിക്കും ആവും. എനിവേ, ഞാനത് കൺഫേം ആക്കിയിട്ട് ഇവിടെ തന്നെ ലിസ്റ്റ് ചെയ്യാം. 7.8 mm തിക്നെസ് ആണ്. 179 ഗ്രാമാണ് ഈ ഫോണിന്റെ വെയിറ്റ്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 6.67 ഇഞ്ചിന്റെ സാധാ 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. HDR10+ ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. വിക്ടസ് 12. അപ്പോൾ ഡിസ്പ്ലേക്കകത്ത് വെക്കാൻ പറ്റുന്ന എല്ലാം വെച്ചിട്ടുണ്ട്. 68 ബില്യൺ കളേഴ്സ് ഉള്ള ഡിസ്പ്ലേ ആണ്. അതായത് 10 ബിറ്റിന് കൂടിയതാണ്. 10 ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ബില്യൺ. അപ്പം 68 ബില്യൺ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉള്ള ഡിസ്പ്ലേ ആണ്. 1000 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡാണ്. താരതമ്യേന കുറഞ്ഞതാണ്. സോ പക്ഷേ ക്വാളിറ്റി ബേസ് ചെയ്ത് GT60 ആയിരിക്കും ബെറ്റർ ഡിസ്പ്ലേ. എനിവേ, AMOLED ആണ്. എല്ലാ സെറ്റപ്പും തന്നിട്ടുണ്ട്. കൂടുതൽ ഇവിടെ ഒന്നും പറയാനില്ല. ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സെറ്റപ്പാണ്. അതുപോലെ ഇവർ F5 ആയിട്ടാണ് കൂടുതലും ഈ പറഞ്ഞ ഡിസ്പ്ലേനെ കമ്പയർ ചെയ്യുന്നത്. കഴിഞ്ഞ ഫോണും ഈ ഫോണും തമ്മിൽ, അതായത് കഴിഞ്ഞ വർഷം അവർക്ക് F5 ആയിട്ടാണ് ഇവർ F6നെ കമ്പയർ ചെയ്യുന്നത്. ലാസ്റ്റ് കൊണ്ട് കുടം പൊട്ടിച്ചു. അത് ഞാൻ പറയാം. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ആകർഷണത്തിലേക്ക് കടക്കാം. പെർഫോമൻസ് കുതിര. Qualcomm Snapdragon 8s Gen 3 ചിപ്സെറ്റ് ആണ്. അതെ, ഫസ്റ്റ് 8s Gen 3 എവർ. അതെ, ഇൻ ഇന്ത്യ. എനിവേ, അടിപൊളി ചിപ്സെറ്റ് ആണ്. LPDDR5X ഉണ്ട്. UFS 4.0 ഈവൻ ഇൻ ബേസ് വേരിയന്റ്. കാരണം ബേസ് വേരിയന്റ് തുടങ്ങുന്നത് 256 GB എല്ലാം ടോപ്പ് നോച്ച് തന്നെ തന്നിട്ടുണ്ട്. അവർ എന്താ പറയുക, അവർ ഇറക്കുന്ന എല്ലാ ഫോണും ഒരു സ്റ്റാൻഡേർഡ് അവർ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നും കളയുന്നില്ല. അതൊരു രീതി നല്ലതാണ്. ഇപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ സാധനം തന്നെ ഒന്നുകൂടി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് പറയാം. അത്രേ ഉള്ളൂ. 7+ Gen 3 കഴിഞ്ഞാൽ 8s Gen 3, 8s Gen 3 കഴിഞ്ഞാൽ 8 Gen 2, 8 Gen 2 കഴിഞ്ഞാൽ 8 Gen 3. ഈ ഒരു ഫോണിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും താഴെ 8s Gen 3 വരും. അതിനേലും ഗ്രേറ്റർ ആയിട്ട് 8 Gen 2 വരും. അതിനേലും ഗ്രേറ്റർ ആയിട്ട് 8 Gen 3 വരും. അതാണ് പെർഫോമൻസിന്റെ രീതി എന്ന് പറയുന്നത്. 8 Gen 2 ആണ് സ്ലൈറ്റ്ലി ബെറ്റർ. പക്ഷേ ഓവറോൾ ഒരു സംഭവമാണ്. അതൊരു CPU-ന്റെ കാര്യത്തിലൊക്കെ കുറേയൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന സാധനമാണ്. പക്ഷേ GPU ഗ്രാഫിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ലൈറ്റ്ലി ബെറ്റർ 8 Gen 2 ആണ്. അപ്പോൾ അതാണ് പെർഫോമൻസിന്റെ കാറ്റഗറി. പെർഫോമൻസ് എല്ലാം സെറ്റപ്പാണ്. പിന്നെ ഇവരുടെ മികച്ച സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് എങ്ങനെ ആവും എന്നറിയത്തില്ല. അപ്പോഴേക്ക് സോഫ്റ്റ്വെയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ HyperOS തന്നെ Android 14 ആണ്. 3 വർഷത്തെ അപ്ഡേറ്റ്സ് ഉണ്ട്. 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് ഒക്കെ ഉണ്ട്. അതായത് പോക്കോ അപ്ഡേറ്റ്സിന്റെ കാര്യത്തിൽ ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. കുഴപ്പമില്ല എന്നുള്ള വിശ്വാസം. എന്തോ എനിക്ക് തന്നെ റിയൽമിയിലും ബ്ലോട്ട്വെയർസ് കുറവാണ് ഇപ്പോൾ താരതമ്യേന റെഡ്മി, പോക്കോ ഈ പറഞ്ഞ ഡിവൈസുകളിൽ. അതൊരു നല്ല കാര്യമാണ്. അപ്പം പെർഫോമൻസിന്റെ കാര്യത്തിൽ കുറേയേറെ ഫീച്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഗെയിമിംഗ് സെൻട്രിക് ആയിട്ട് കുറേ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈവൻ ഡിസ്പ്ലേക്ക് തന്നെ അവർ കുറേ വെബ് ഡിസ്പ്ലേ ടെക്നോളജി അങ്ങനെ കുറേ സംഭവമൊക്കെ തന്നിട്ടുണ്ട്. ഇനി ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്ന 50 മെഗാപിക്സൽ IMX882 സെൻസറാണ്. അതായത് വർഷങ്ങൾക്ക് ശേഷം പോക്കോയുടെ ഫോണിൽ സോണിയുടെ സെൻസർ വരുന്നു. ലാസ്റ്റ് ആയിട്ട് സോണിയുടെ സെൻസർ യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു X3 X2ന്റെ ആയിരുന്നു കിടിലൻ ക്യാമറ. X2 പോക്കോ X2 IMX686 ആയിരുന്നു. പിന്നെ F സീരീസിൽ F1 ഉണ്ടായിരുന്നു IMX363 അങ്ങനെ എന്തോ സെൻസർ ആയിരുന്നു. അത് പണ്ടത്തെ ഗൂഗിൾ പിക്സലിനകത്ത് ഉണ്ടായിരുന്ന സെൻസർ. അത് കിടിലായിരുന്നു. ആ F1ന്റെ ഒരു കിടിലൻ ഒരു സക്സസർ പോലെയാണ് ഇവർ പറയുന്നെങ്കിലും ക്യാമറയുടെ കാര്യത്തിലും സക്സസറും അല്ലെങ്കിൽ ഈ പറഞ്ഞ അലൂമിനിയം ഫ്രെയിം ഇങ്ങനെ ഓരോ സാധനങ്ങൾ വന്നാൽ മാത്രമേ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസർ ഇട്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് കില്ലർ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ഉണ്ട്. 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. 4K 60 FPS റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട് ക്യാമറയുടെ എനിക്കൊന്ന് 1080p ആണെന്ന് തോന്നുന്നു. എനിവേ, ക്യാമറ കാറ്റഗറിയിൽ സോണി തന്നിട്ടുണ്ട്. അത് വലിയ കാര്യം. ഇപ്പോൾ സോണി തരുന്ന വലിയ കാര്യമാണ്. പക്ഷെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോക്കകത്ത് തെറ്റിപ്പോയി. LYT600 ആയിരുന്നു അതിനകത്തെ സെൻസർ. ഇതായിരുന്നു IMX882. തിരിഞ്ഞുപോയി. എനിവേ, മൈ മിസ്റ്റേക്ക്. അപ്പം 882 തന്നിട്ടുണ്ട്. ഇവർ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. സോ ഇപ്പം ഹാർഡ്വെയർ തന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ പിന്നെ എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. കാരണം പണ്ടത്തെ ആ ഒരു പോക്കോയുടെ പവറില്ല. X2ന്റെ സമയത്തൊക്കെ 20,000 ബെസ്റ്റ് ക്യാമറ ആയിരുന്നു പോക്കോയുടെ. നിങ്ങൾ ആലോചിക്കണം, പെർഫോമൻസ് ഗെയിമിംഗ് സെൻട്രിക്ക് വന്ന ഫോണിന്റെ 20,000 താഴെ ക്യാമറ ബെസ്റ്റ് ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. F1ന്റെ ക്യാമറയും ബെസ്റ്റ് ആയിരുന്നു. 22,000 ഇറക്കിയ ഫോണിനകത്ത് ആ ഒരു കാറ്റഗറിയിലെ ബെസ്റ്റ് ക്യാമറ ആയിരുന്നു. പക്ഷേ എനിക്കറിയില്ല ഇതിന്റെ ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണ്. സോ സെൻസർ നല്ല തന്നിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം നല്ല ഔട്ട്പുട്ട്. അപ്പോൾ എന്തായാലും കമ്പാരിസൺ വരുമ്പോൾ ഈ പറഞ്ഞ GT60 ഒക്കെ ആയിട്ടായിരിക്കും. നോക്കാം. അടുത്ത എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ IP64 റേറ്റിംഗ് ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. X-ആക്സിസ് ലീനിയർ മോട്ടർ ഉണ്ട്. NFC ഉണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. Wi-Fi 6 ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. കൂടാതെ IR ബ്ലാസ്റ്റർ ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ എല്ലാം തന്നിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ കണക്ടിവിറ്റി ബേസ് ചെയ്ത്, അതായത് ഇപ്പോൾ 5G റിസപ്ഷൻ ബേസ് ചെയ്ത് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത്
റിസപ്ഷൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് ആ ഒരു എലിവേറ്റർ മോഡ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ സാധാരണ നെറ്റ്വർക്ക് പോകും. ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആ നെറ്റ്വർക്ക് 4 സെക്കൻഡിനുള്ളിൽ റീഗെയിൻ ആയി റിസപ്ഷൻ തിരിച്ചു വരും എന്നുള്ള ഒരു സ്കീമാണ് അവർ പറയുന്നത്. അതായത് 8s Gen 3 എന്ന് പറഞ്ഞ ചിപ്സെറ്റിന് ആ കണക്ടിവിറ്റി മോഡത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവർ യൂട്ടിലൈസ് ഉണ്ട്. അതുപോലെ പല പല ഫീച്ചേഴ്സ്, ഒരു പ്രത്യേക പേരൊക്കെ തന്ന ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പിന്നെ കൂളിംഗ് ആണെങ്കിൽ പോലും പോക്കോടെ എന്താ ഹൈസ്കൂൾ ടെക്നോളജി അങ്ങനെ എന്തോ സംവിധാനമൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. എക്സ്ട്രാ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ കുറെ സാധനം വെച്ചിട്ടുണ്ട്. ഈവൻ റിസപ്ഷന്റെ കാര്യത്തിൽ കുറെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല കാര്യം. ഫൈനലി 5000 mAh ബാറ്ററിയാണ്, 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. നന്നായി. 68 മാറ്റി ഇപ്പോൾ 90 അവർ 120ന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് എല്ലാവരും 120, പക്ഷെ ഇവർ തന്ന 90 പക്ഷെ ബോക്സിനകത്ത് 120 കിട്ടും കേട്ടോ, പുഴുങ്ങാം. അല്ല 120 വെച്ച് നിങ്ങൾക്ക് വേറെ സാധനങ്ങൾ ചാർജ് ചെയ്യാം. എനിവേ 90 വാട്ട്സ് ആണ് ഇവിടെ സപ്പോർട്ട്. സോ ബാറ്ററി കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. ഫൈനലി നമുക്ക് പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ കില്ലർ 8GB 256GB പ്രൈസ് ആണ് 29,999, കറക്റ്റ് 30,000 രൂപ. ഇന്നലെ അത് 30,000ന്റെ GT വെച്ചിരുന്നെങ്കിൽ നല്ല ടൈറ്റ് ആയനെ. കറക്റ്റ് കിഡിലൻ പ്രൈസിംഗ് ആണ്. കാരണം 8s Gen 3 നിങ്ങൾക്ക് 8 സീരീസിന്റെ 8 Gen 2 ആയിട്ട് ബേസിക്കലി പവർ ഈക്വലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ചിപ്സെറ്റ് 30,000 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ എന്ത് വേണം? ഗെയിമേഴ്സിന് നോക്കാം, ധൈര്യമായിട്ട് നോക്കാം. 8 സീരീസ് ചിപ്സെറ്റ് കൂടെ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു മഹിമയുണ്ട്. 7+ Gen 3ലും കുറച്ചുകൂടെ ക്ലോക്ക് ചെയ്തേക്കുന്നതാണ്. സോ ഗെയിമേഴ്സ് GTക്ക് പകരം നിങ്ങൾക്ക് പോക്കോയിലേക്ക് തിരിയാം. അതുമല്ല പെർഫോമൻസ് അറ്റ് ഇറ്റ്സ് പീക്ക്, എഡിറ്റേഴ്സ് അങ്ങനെയുള്ള വീഡിയോ റെൻഡർ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ഫോണിലേക്ക് നോക്കാവുന്നതാണ്. അപ്പം പ്രൈസിങ് ഇസ് വെരി ഗുഡ്. 8GB 256GB മേടിച്ചാൽ മതി. ഞാൻ അതിൻ്റെ മേളിലോട്ടുള്ളത് പറയുന്നില്ല. 12 256 ഉണ്ട്, 12 512 ഉണ്ട്. പിന്നെ 512GB വേണ്ടവർക്ക് ഏറ്റവും കൂടിയ വേരിയന്റ് 34,000 കിട്ടും. അപ്പം എൻ്റെ സജഷനിൽ എപ്പോഴും 8GB 256 ബെറ്റർ ചോയ്സ് ആണ്, ഏറ്റവും ബെറ്റർ ചോയ്സ്. പ്രൈസിങ്ങിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. റിയൽമി GT 60ന്റെ പ്രൈസിനേലും ബെറ്റർ ആണ്. ഇവിടെ ഇനി ക്യാമറയുടെ ഒരു പ്രശ്നമാണ് വരുന്നത്. ക്യാമറ എങ്ങനെയാവും എന്നുള്ളതാണ് ഒരു ചോദ്യം. റിയൽമി ആണോ ബെറ്റർ, പോക്കോ ആണോ ബെറ്റർ? അതാണ് ഇനി കോമ്പറ്റീഷൻ. ഇനിയിപ്പോൾ OnePlus Nord 4 വരും. അപ്പം അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നമുക്കാക്കാം, അത് വരട്ടെ. കൂടാതെ ഫസ്റ്റ് സെയിലിൽ നിങ്ങൾക്ക് 2,000 രൂപ പ്ലസ് 2,000 രൂപ എക്സ്ചേഞ്ച് ബോണസും 2,000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ടോട് ചേർത്ത് 26 രൂപയ്ക്ക് 26-നൊക്കെ കിട്ടുവാണെങ്കിൽ ഇത് ചുമ്മാ പൊളിയായിരിക്കും. അതേ ഉള്ളൂ. പോക്കോ X6 Pro മേടിക്കണം, നിങ്ങൾ നേരെ F6 അങ്ങ് എടുക്കുക. വേറെ പല ഫോൺസിനും നമുക്ക് ചവിട്ടാൻ പറ്റും ആ ഒരു പ്രൈസിൽ വന്നു കഴിഞ്ഞാൽ, അത് നല്ലതാണ്. പിന്നെ ഫസ്റ്റ് സെയിലിൽ മേടിക്കുന്നവർക്ക് 1+1 വാറണ്ടി ഒക്കെ ഉണ്ട്. മദർ ബോർഡ് രക്ഷിക്കാൻ വേണ്ടി അവർ തന്നെ 2 ഇയർ വാറണ്ടി എന്നൊക്കെ വെച്ച് തള്ളുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാൻ ഒരു സാധനം 12 വാറിനെ വെച്ചാണ് ഇവർ കമ്പയർ ചെയ്തത്. സ്പെസിഫിക്കേഷൻ സിമിലർ ആയിരിക്കും, പക്ഷേ OnePlusന് ക്യാമറ പ്രോസസ്സിങ്ങിന്റെ അടുത്ത് പോക്കോയുടെ ക്യാമറ പ്രോസസ്സിങ് ഈ കാലഘട്ടമായിട്ട് എത്തിയിട്ടില്ല. എന്നുവെച്ചാൽ പക്ഷേ ക്യാമറ ഫ്ലാഗ്ഷിപ്പ് എന്ന രീതി നോക്കും OnePlus ആ രീതിയിൽ ഫ്ലാഗ്ഷിപ്പിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ OnePlus ക്യാമറയിൽ ഒരു 3-4 സ്ഥാനത്താണ് വരുന്നത്. ബാക്കി ഓവറോൾ എല്ലാ ബ്രാൻഡോടെ കമ്പയർ ചെയ്യുമ്പോൾ OnePlus അതിനകത്ത് ടോപ്പിലാണുള്ളത്. അതായത് രണ്ടും 2 ടയറിലാണ് നിൽക്കുന്നത്. അപ്പം അത് ഒന്നും ശരിയായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ 8 Gen 2 ഔട്ട് സിമിലർ ആണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയാതെ ചെറിയ രീതിയിലൊക്കെ ഈക്വലൈസ് ചെയ്യാമെങ്കിലും 8 Gen 2 is 8 Gen 2 ഏതാ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. 40,000 രൂപ എന്നിട്ട് ഇവർ 30,000 രൂപ ഞങ്ങളുടെ ഫോണിനൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തള്ളി മറിക്കണോ, 10,000 രൂപ കൊടുക്കണ്ട. ഇതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി തന്നെ. 12 വാറേ കിട്ടിയുള്ളൂ. അവർക്ക് ഇന്നലെ ഇറങ്ങിയ GT 60 വെച്ച് കമ്പയർ ചെയ്യായിരുന്നു, അത് ചെയ്തില്ല, പേടിയാന്ന് തോന്നുന്നു. എന്തായാലും 12 വാർ വെച്ചാൽ കമ്പയർ ചെയ്തേ കുഴപ്പമില്ല. എന്തായാലും ക്യാമറ ബെറ്റർ ആക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് 12 വാറിന് പരിഗണിക്കാതെ ഈ ഒരു ഫോൺ പരിഗണിക്കാം. വേറെ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അപ്പം മൊത്തത്തിൽ കൊള്ളാം. റിയൽ ലൈഫിൽ ഇനി ക്യാമറ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് എങ്ങനെ ഇരിക്കും എന്നുള്ളത് റിയൽ ലൈഫിൽ അറിയാൻ പറ്റും. തള്ളുന്ന പോലെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി സംഭവം നല്ല സെറ്റപ്പാണ്. പോക്കോയുടെ ശക്തമായ ഒരു കമ്പാക്ക് ആയിട്ട് തോന്നുന്നു. F സീരീസിൻ്റെ അടുത്ത ലോഞ്ച് ഇവൻ്റ് ആണ്. കഴിഞ്ഞ ലോഞ്ച് ഇവൻ്റ് കുറേ വർഷങ്ങളായെന്ന് തോന്നുന്നു. എനിവേ മീൻസ് ഫോൺ ഇറക്കുന്നുണ്ട്, പക്ഷേ ലോഞ്ച് ഇവൻ്റ് കുറേ നാൾക്ക് ശേഷമാണ്. എനിവേ നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും